നമസ്കാരം. ഇതിനു മുമ്പുള്ള 2 വീഡിയോയിലും പറ്റിയ ഒരു തെറ്റിന് ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നു. ആദ്യത്തെ വീഡിയോയിൽ അലിയുടെ ഒളിമ്പിക്സ് വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ 1960 എന്നതിന് പകരം 1860 എന്ന് പറയുണ്ടായി. അത് ആ സമയത്ത് തന്നെ വായിച്ചുകൊണ്ടിരുന്ന ഷൂൾസ് വേണമെന്ന ഫ്രഞ്ച് എഴുത്തുകാരന്റെ 20,000 ലീഗ്സ് അണ്ടർ ദ സീ എന്ന കഥയുടെ കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മയിൽ സംഭവിച്ചു പോയതാണ്. പക്ഷെ അതേ തെറ്റ് തന്നെ പ്രൊഫഷണൽ മത്സര വിജയത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ പറയുണ്ടായി. മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് തുടങ്ങുന്നു. കൂട്ടത്തിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്ന നമ്മുടെ ഒരു പ്രേക്ഷകന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആദ്യത്തെ പ്രൊഫഷണൽ മത്സര വിജയത്തിന് ശേഷം സ്പോൺസറേഴ്സ് അറേഞ്ച് ചെയ്ത ആർക്കി മോർ എന്ന ബോക്സിംഗ് ട്രെയിനറുടെ കൂടെ തീവ്രമായ പരിശീലനം ആരംഭിക്കുക എന്നുള്ളതാണ് പിന്നെ കാഷ്യസ് ക്ലേയുടെ ലക്ഷ്യം. പക്ഷെ ആർക്കി മോറിന്റെ ലക്ഷ്യങ്ങളൊക്കെ മറ്റു പലതുമായിരുന്നു എന്ന് അല്പം കഴിഞ്ഞാണ് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ ഭീമമായ ഒരു ഫീസ് സ്പോൺസറേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കുക, ട്രെയിനിങ് മാക്സിമം വലിച്ചു കെട്ടിക്കൊണ്ടുപോവുക. കാരണം ഓരോ മാസവും ഫീസ് പോക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. ആർക്കി മോർ പരിശീലനം തുടങ്ങിയ സമയത്ത് അലിയോട് പറഞ്ഞു, എന്റെ വീട്ടിൽ താമസിക്കാം, അതാകുമ്പോ ട്രെയിനിങ് ഒക്കെ വളരെ എളുപ്പമാണ്, അധികം ദൂരത്തല്ലാതെ തന്നെയാണ് എന്റെ ബോക്സിംഗ് ട്രെയിനിങ് ജിമ്മും ഉള്ളത്. അലി സമ്മതിച്ചു. അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് ലഗേജുകളൊക്കെ ആയി ആർക്കി മോറിന്റെ വീട്ടിലെത്തി. വളരെ വലിയൊരു വീടാണ്. ചെന്ന ദിവസം തന്നെ ആർക്കി മോർ പറഞ്ഞു, എന്റെ വൈഫും മകളും ഒക്കെ ഉണ്ട്, കുക്കിംഗ് ഒക്കെ അവർ ചെയ്തോളും, പക്ഷെ നമ്മൾ രാവിലെ 5 മണിക്ക് ജിമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സമയത്തുള്ള ഫുഡ് മാത്രം നമ്മൾ ഉണ്ടാക്കും, പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി അവര് ജിമ്മിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ആർക്കി മോറിന്റെ അമേരിക്കയിലൊക്കെ ഉള്ള ഒരു സ്ഥിരം സംവിധാനം, ലൈഫ് സ്റ്റൈൽ പിക്കപ്പും ഒക്കെ ആയിട്ട് അവർ യാത്ര തുടങ്ങി. ഈ ജിം എന്ന് പറയുന്നത് ഒരു കുന്നിന്റെ മുകളിലാണ്. അങ്ങ് മുകളറ്റം വരെയും വാഹനം പോകാനുള്ള റോഡില്ല, അപ്പൊ കുറച്ചു ദൂരം നടന്നു പോകണം. അങ്ങനെ വാഹനം താഴെ നിർത്തി കാഷ്യസ് ക്ലേ ഓടി അങ്ങ് കയറി. അതേസമയം ആർക്കി മോർ വളരെ സാവധാനം നടന്ന് മെല്ലെ അവിടെ എത്തി. എന്നിട്ട് ഓടിക്കയറി ആ കഥപ്പോടെ നിൽക്കുന്ന കാഷ്യസ് ക്ലേയോട് പറഞ്ഞു, ഇത്ര തിടുക്കം വേണ്ട, നമുക്കെല്ലാം വളരെ മെല്ലെ ചെയ്താൽ മതി. ആ രീതിയിലാണ് പിന്നെ പരിശീലനമൊക്കെ ആരംഭിക്കുന്നത്. എല്ലാം വളരെ സ്ലോ. ഓൾറെഡി ഒരു ഒളിമ്പിക്സ് വിജയവും ഒരു പ്രൊഫഷണൽ മത്സരവും വിജയിച്ച ഒരു വ്യക്തിയാണ് കാഷ്യസ് ക്ലേ എന്നുള്ള രീതിയിലല്ല ആർക്കി മോറിന്റെ പരിശീലനം. ഇപ്പൊ ജസ്റ്റ് അങ്ങോട്ട് ബോക്സിംഗ് പഠനം തുടങ്ങിയ ഒരാള് എന്നുള്ള നിലയ്ക്കാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. ആ പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ് ജിമ്മ് മുഴുവൻ അടിച്ചുവാരി തുടച്ചു വൃത്തിയാക്കുക എന്നൊരു ഡ്യൂട്ടിയും കൂടി കാഷ്യസ് ക്ലേയെ ആർക്കി മോർ ഏൽപ്പിച്ചു. പക്ഷെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ഇയാളുടെ മനസ്സിരിപ്പ് കാഷ്യസ് ക്ലേക്ക് പിടികിട്ടി. അതോടെ കാഷ്യസ് ക്ലേക്ക് ഒരു ആഗ്രഹം വന്നു, ആർക്കി മോറുമായിട്ട് ഒരു ദിവസം ഒരു പരിശീലന മത്സരം നടത്തണം. അന്ന് ഇടുക്കി ഇയാളുടെ ഷേപ്പ് മാറ്റണം. അത്ര എളുപ്പമല്ല. ആർക്കി മോർ ഒരു കാലത്ത് പ്രൊഫഷണൽ ബോക്സിംഗ് ചാമ്പ്യൻ തന്നെ ആയിരുന്നു. ഏകദേശം ഒരു 30-35 വയസ്സ് പ്രായമേ അപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് അയാളെ ഇടിച്ച് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എന്നാലും കാഷ്യസ് ക്ലേ ആ രീതിയിലുള്ള ചില പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജിമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പരിശീലനത്തിന് വന്നിരുന്ന മറ്റൊരു പ്രൊഫഷണൽ ബോക്സർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓൾറെഡി ഹെവി വെയിറ്റ് ചാമ്പ്യനാണ്, ഡിക് സാറ്റ്ലർ എന്ന വ്യക്തി. വാസ്തവത്തിൽ ആർക്കി മോറിനേക്കാൾ കൂടുതൽ കാഷ്യസ് ക്ലേക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോട് ഒരു ദിവസം കാഷ്യസ് ക്ലേ തന്റെ ആഗ്രഹം അവതരിപ്പിച്ചു, എനിക്ക് ആർക്കി മോറുമായിട്ട് പരിശീലന മത്സരം നടത്തണം. പക്ഷെ ആർക്കി മോർ അങ്ങനെ തന്ത്രപൂർവ്വം കുറെയൊക്കെ നീട്ടിക്കൊണ്ടു പോയെങ്കിലും ഒരു ദിവസം ഒരു സൂത്രമൊക്കെ പ്രയോഗിച്ച് ഡിക് സാറ്റ്ലർ ആർക്കി മോറിനെ കാഷ്യസ് ക്ലേ ആയിട്ടുള്ള ഒരു പരിശീലന മത്സരത്തിനാണ്. പുറത്താരും അറിയുന്നില്ല, ജിമ്മിന്റെ അകത്ത് വെച്ച് തന്നെയാണ്. ജസ്റ്റ് കാഷ്യസ് ക്ലേയുടെ ഒരു പെർഫോമൻസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ശരിക്കും മനസ്സിലായി. ഓരോ ഇടി ഇടിക്കുമ്പോ കാഷ്യസ് ക്ലേയുടെ വിചാരം ആ ജിമ്മിന്റെ ഓരോ ദിവസവും ചെയ്ത അടിച്ചുവാരലിന്റെയും തുടയ്ക്കലിന്റെയും കാര്യങ്ങളാണ്. അങ്ങനെ ശക്തമായ ഇടി കുറെ കൊടുത്തതിന് ശേഷം ആണ് ആ മത്സരം അവസാനിക്കുന്നത്. അന്നത്തോടെ കാഷ്യസ് ക്ലേ ആ ട്രെയിനിങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം സ്പോൺസറോട് പറഞ്ഞു, എനിക്ക് ഇത്തരം ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ മത്സരങ്ങൾ ജയിക്കാൻ ഞാൻ കേപ്പബിൾ ആണ്. പറയല്ല, അത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പ്രൊഫഷണൽ ബോക്സിംഗിലെ കാഷ്യസ് ക്ലേയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു എന്ന് പറയാം. 1960 ഡിസംബർ 27 ഹെർബ് സൈലർ എന്ന ഒരു പ്രൊഫഷണൽ ബോക്സറുമായിട്ടായിരുന്നു അടുത്ത മത്സരം. ആ മത്സരം അധികം നീണ്ടു നിന്നില്ല, വെറും 4 റൗണ്ട്. 4ാമത്തെ റൗണ്ടിൽ ഹെർബ് സൈലറെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് കാഷ്യസ് ക്ലേ വിജയായി. അടുത്ത മത്സരം 1961 ജനുവരി 5 ടോണി എസ്പെററ്റി എന്ന ഒരു പ്രൊഫഷണൽ ബോക്സറുമായിട്ട്. അത് അല്പം കഠിനമായ മത്സരമായിരുന്നു. 3ാമത്തെ റൗണ്ടിൽ വാസ്തവത്തിൽ കാഷ്യസ് ക്ലേയെ അദ്ദേഹം ഇടിച്ചു വീഴ്ത്തി. പക്ഷെ വളരെ പെട്ടെന്ന് കാഷ്യസ് ക്ലേ റീഗെയിൻ ചെയ്തു, മത്സരം പുനരാരംഭിച്ചു. അതേ റൗണ്ടിൽ തന്നെ എസ്പെററ്റിയെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് കാഷ്യസ് ക്ലേ വിജയായി. അടുത്ത മത്സരം
1961 ഫെബ്രുവരി 17 ജിം റോബിൻസൺ എന്ന ഒരു വ്യക്തിയുമായിട്ടായിരുന്നു. വാസ്തവത്തിൽ അദ്ദേഹം അതിനു മുമ്പത്തെ ഒരു പ്രൊഫഷണൽ ബോക്സിംഗിന്റെ പരിക്ക് ഭേദമാവാതെയാണ് ഇതിന് മത്സരിക്കാൻ ഇറങ്ങിയത്. ഒരേ ഒരു ഉദ്ദേശം, ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രതിഫല തുക മോഹിച്ച് മാത്രം വന്നതാണ്. അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ കാഷ്യസ് ക്ലേ അദ്ദേഹത്തെ നോക്കൌട്ട് ചെയ്തു. ഈ 3 എതിരാളികളെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ ആദ്യത്തെ 2 പേരും അത്യാവശ്യം അവരുടെ ഈ ബോക്സിംഗ് മിടുക്കുകൾ പലപ്പോഴും ബോക്സിംഗ് റിംഗിലല്ല കാണിച്ചിരുന്നത്, മറ്റു ചില അണ്ടർവേൾഡ് ആക്ടിവിറ്റീസിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് പോലീസ് കേസുകളും ഉണ്ടായിരുന്നു. അവസാനം ഹെപ്സൈലർ ഒരു ആളെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായി വളരെ കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ടോണി എസ്പെർട്ടി കുറച്ചുകൂടി മിടുക്കനായിരുന്നു. വെട്ടിക്കൊല്ലായിരുന്നില്ല, വെടിവെച്ച് കൊല്ലായിരുന്നു. അയാൾക്കും ജയിൽ ശിക്ഷ തന്നെയായിരുന്നു അവസാനത്തെ വിധി. ജിം റോബിൻസൺ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല, വളരെ മര്യാദക്കാരനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രൊഫഷണലി ഒരു എഞ്ചിനീയർ ആയിരുന്നു. അതുകൂടാതെ ഈ ബോക്സിംഗ് കാലഘട്ടത്തിന് ശേഷം സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. പക്ഷെ 1979 ഒരു ദിവസം അദ്ദേഹത്തെ കാണാതായി. പിന്നീട് ഇന്നേ വരെ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും യാതൊരു അറിവില്ല. 1961 ഫെബ്രുവരി 21 അന്ന് കാഷ്യസ് ക്ലേയുടെ ബോക്സിംഗ് ജീവിതത്തിലെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. അതുവരെ ലൈറ്റ് ഹെവി വെയിറ്റ് എന്നുള്ള വിഭാഗത്തിൽ മത്സരിച്ചെന്ന, കാരണം അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കാലയളവിലെല്ലാം അദ്ദേഹം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചും കൂടുതൽ ജിം വർക്കുകളൊക്കെ ചെയ്തും ബോഡി വെയിറ്റ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഹെവി വെയിറ്റ് വിഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഫെബ്രുവരി 21 ഡോണി ഫ്രീമാൻ എന്ന വ്യക്തിയുമായിട്ടായിരുന്നു ആദ്യത്തെ ഹെവി വെയിറ്റ് മത്സരം. 7ാമത്തെ റൗണ്ടിൽ അദ്ദേഹത്തെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് കാഷ്യസ് ക്ലേ വിജയിയായി. ഏപ്രിൽ 19 ലാമർ ക്ലാർക്ക് എന്ന വ്യക്തിയുമായിട്ടായിരുന്നു അടുത്ത ഹെവി വെയിറ്റ് മത്സരം. 2ാമത്തെ റൗണ്ടിൽ അദ്ദേഹത്തെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് കാഷ്യസ് ക്ലേ വിജയിയായി. ഡ്യൂക്ക് സെബ്ഡോം എന്ന വ്യക്തിയുമായിട്ടായിരുന്നു അടുത്ത പ്രൊഫഷണൽ മത്സരം ജൂൺ 26. അതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തനായ എതിരാളി അദ്ദേഹമായിരുന്നു. ഇതുവരെ നടന്ന ഒരു മത്സരത്തിലും സംഭവിക്കാത്ത രീതിയിൽ 10ാമത്തെ റൗണ്ട് വരെ ആ മത്സരം നീണ്ടു. 10ാമത്തെ റൗണ്ടിൽ കാഷ്യസ് ക്ലേ ആ മത്സരം വിജയിച്ചു. ജൂലൈ 22 അലോസോ ജോൺസൺ എന്ന വ്യക്തിയുമായുള്ള മത്സരവും 10 റൗണ്ട് നീണ്ടു. 10ാമത്തെ റൗണ്ടിൽ കാഷ്യസ് ക്ലേ വിജയിയായി. ഒക്ടോബർ 7 അലക്സ് മിറ്റഫ് എന്ന ബോക്സറെ 6ാമത്തെ റൗണ്ട് നോക്കൌട്ട് ചെയ്തതായിരുന്നു കാഷ്യസ് ക്ലേയുടെ അടുത്ത വിജയം. നവംബർ 29 വില്ലി ബൊസ്മനോഫ് എന്ന ബോക്സറെ 6ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തുകൊണ്ട് അടുത്ത വിജയം. 1962 ഫെബ്രുവരി 10 സോണി ബാങ്ക്സ് എന്ന ബോക്സറെ 4ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തതായിരുന്നു അടുത്ത വിജയം. ഡോൺ വാർണർ എന്ന ബോക്സറെ ഫെബ്രുവരി 28 4ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്ത് കാഷ്യസ് ക്ലേ വിജയം ആവർത്തിച്ചു എന്നല്ല, ശരിക്കും വിജയ പരമ്പര ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 23 ജോർജ് ലോഗൻ എന്ന വ്യക്തിയെ 4ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട്. മെയ് 19 ബില്ലി ഡാനിയൽസ് എന്ന വ്യക്തിയെ 7ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട്. ആലിജാൻഡ്രോ ലാവോറഞ്ച് എന്ന വ്യക്തിയെ 5ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തുകൊണ്ട് ജൂലൈ 20 അടുത്ത മത്സര വിജയം. നവംബർ 15 മറ്റൊരു രസകരമായ മത്സരമായിരുന്നു. പ്രൊഫഷണൽ ബോക്സിംഗിൽ നിന്ന് റിട്ടയർ ചെയ്തിരുന്ന ആർക്കി മൂർ തിരിച്ച് മത്സര രംഗത്തേക്ക് വന്നു. കാഷ്യസ് ക്ലേയായിട്ട് ഏറ്റുമുട്ടി 4ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തുകൊണ്ട് ജിമ്മിൽ വെച്ച് നടന്ന പരിശീലന മത്സരത്തിന്റെ ഒരു ആവർത്തനം കാഷ്യസ് ക്ലേ നടത്തി. തുടർന്ന് 1963 ജനുവരി 24 ചാർലി പവൽ എന്ന വ്യക്തിയെ 3ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തുകൊണ്ട് അടുത്ത വിജയം. 62 മാർച്ച് 13 ഡോങ് ജോൺസ് എന്ന വ്യക്തിയെ 10 റൗണ്ട് നീണ്ട മത്സരത്തിൽ അദ്ദേഹം തോൽപ്പിച്ചു. ജൂൺ 18 ഹെൻറി കൂപ്പർ എന്ന പ്രൊഫഷണൽ ബോക്സറെ 5ാമത്തെ റൗണ്ടിൽ നോക്കൌട്ട് ചെയ്തുകൊണ്ട് തൽക്കാലം ആ ഒരു വിജയ പരമ്പരയ്ക്ക് ഒരു ചെറിയ വിരാമം. കാരണം ആ സമയമാകുമ്പോഴേക്കും കാഷ്യസ് ക്ലേ വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള ക്വാളിഫിക്കേഷൻ നേടി. വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മത്സരങ്ങളിൽ കാണുന്ന പോലെയല്ല, നിലവിലുള്ള വേൾഡ് ചാമ്പ്യനുമായിട്ടാണ് മത്സരം. നേരിട്ടുള്ള ഒരു മത്സരമാണത്. നിലവിലുള്ള വേൾഡ് ചാമ്പ്യനും പുതുതായിട്ട് ക്വാളിഫൈഡ് ആവുന്ന ഒരാളും കൂടി നേരിട്ടുള്ള മത്സരം. പിന്നീട് അങ്ങോട്ട് ഒരു 6-7 മാസം കഠിനമായ വ്യായാമങ്ങളും മറ്റ് പരിശീലനങ്ങളും എല്ലാമായി വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിന് കാഷ്യസ് ക്ലേ കടന്നു. ഒടുവിൽ 1964 ഫെബ്രുവരി 25 അന്നത്തെ വേൾഡ് ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന സോണി ലിസ്റ്റനുമായുള്ള മത്സരം. ആ മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതിനിടയിൽ കാഷ്യസ് ക്ലേയുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റു ചില കാര്യങ്ങളുമൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വരുന്ന വെള്ളിയാഴ്ച. താങ്ക് യു.